Rnൽ നിന്നും Rmലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ ഒരു മെട്രിക് സ്പേസ് ആണെന്ന് തിയറം 9.7ൽ പ്രൂവ് ചെയ്തു. നമ്മൾ റിയൽ അനാലിസിസിൽ ഒരു മെട്രിക് സ്പേസിലെ ഓപ്പൺ സെറ്റ്, കണ്ടിന്യൂറ്റി ഇവയെല്ലാം ഡിഫൈൻ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ആദ്യം തിയറം 9.8. ലെറ്റ് ഒമേഗ ബി ദി സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ Rn. ഫസ്റ്റ് പാർട്ട്, ഇഫ് A belongs to omega, B belongs to L of Rn and norm of B minus A into norm of A inverse less than 1, then B belongs to omega. Second part, omega is an open set of L of Rn and the mapping A maps to A inverse is continuous on omega. This mapping is also obviously a 1-1 mapping of omega onto omega, which is its own inverse. അതായത് ഒമേഗ എന്നുള്ളത് Rnൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻവേർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ. എ പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് എ എന്നുള്ളത് ഒമേഗയിലെ ഒരു മെമ്പർ, ബി എന്നുള്ളത് എനി ലീനിയർ ഓപ്പറേറ്റർ ഓൺ Rn വിത്ത് നോം ഓഫ് ബി മൈനസ് എ ഇൻറ്റു നോം ഓഫ് എ ഇൻവേഴ്സ് ലെസ് ദാൻ 1, ദെൻ ബി ബിലോങ്സ് ടു ഒമേഗ, അതായത് ബി എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ബി പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് ഒമേഗ എന്നുള്ളത് ഒരു ഓപ്പൺ സെറ്റ് ഓഫ് എൽ ഓഫ് Rn എന്ന്. ഒമേഗ ഒരു ഓപ്പൺ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ ഒമേഗയിലെ ഏതൊരു മെമ്പർ എടുത്തു കഴിഞ്ഞാലും അത് സെൻറ്ററായിട്ട് വരുന്ന ഒരു നൈബർഹുഡ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെൻ പ്രൂവ് ചെയ്യാനുള്ളത് എ മാപ്സ് ടു എ ഇൻവേഴ്സ് എന്നുള്ളൊരു മാപ്പ് കണ്ടിന്യൂസ് ഓൺ ഒമേഗ. ഈ മാപ്പിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ആ മാപ്പിംഗ് 1-1 ആൻഡ് ഓൺ ടു 1-1 ആൻഡ് ഓൺ ടു ആയാലാണ് അതിന് ഇൻവേർട്ടിബിൾ എന്ന് പറയുക. ആ ഒരു മാപ്പിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്. അതായത് ടി എന്നുള്ളൊരു മാപ്പ് എനെ ഇൻവേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്നതാണെങ്കിൽ ടിയുടെ ഇൻവേഴ്സ് ടി തന്നെയാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം. എ എന്നുള്ളത് ഒമേഗയിലൊരു മെമ്പർ എടുത്തു, അതുകൊണ്ട് എ എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്നുള്ളത് ഒരു ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ Rn വിത്ത് നോം ഓഫ് ബി മൈനസ് എ ഇൻറ്റു നോം ഓഫ് എ ഇൻവേഴ്സ് ലെസ് ദാൻ 1. എ എന്നുള്ളത് ഒമേഗയിലെ മെമ്പർ ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നോം ഓഫ് എ ഇൻവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതല്ലെങ്കിൽ നോം ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോം ഓഫ് എ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്നുള്ളത് ഓൺ ടു ആവില്ല. അതുകൊണ്ട് നോം ഓഫ് എ ഇൻവേഴ്സ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൽഫ എന്നുള്ളത് 1 നോം ഓഫ് എ ഇൻവേഴ്സ് എന്ന് എടുക്കുക. അതുപോലെ തന്നെ നോം ഓഫ് ബി മൈനസ് എ എന്നുള്ളത് ബീറ്റ എന്നും എടുക്കുന്നു. ഇക്വേഷൻ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബീറ്റ ലെസ് ദാൻ ആൽഫ. അതൊന്ന് അറേഞ്ച് ചെയ്താൽ കിട്ടും. ഇക്വേഷൻ 1 ഇതാണ് നോം ഓഫ് ബി മൈനസ് എ ഇൻറ്റു നോം ഓഫ് എ ഇൻവേഴ്സ് ലെസ് ദാൻ 1. ദാറ്റ് ഈസ് നോം ഓഫ് ബി മൈനസ് എ ലെസ് ദാൻ 1 നോം ഓഫ് എ ഇൻവേഴ്സ്. 1 നോം ഓഫ് എ ഇൻവേഴ്സ് എന്നുള്ളതാണ് ആൽഫ. സോ അതിൽ നിന്നും ബീറ്റ ലെസ് ദാൻ ആൽഫ എന്ന് കിട്ടും, which implies alpha minus beta greater than 0. Now alpha into mod x എന്നുള്ളതിനെ നമുക്ക് ആൽഫ ഇൻറ്റു മോഡുലസ് ഓഫ് എ ഇൻവേഴ്സ് ഓഫ് എ എക്സ് എന്ന് എഴുതാം. അത് തിയറം 9.7 മുൻപുള്ള നോട്ട് 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു മോഡ് എ എക്സ്. നോം ഓഫ് എ ഇൻവേഴ്സ് എന്നുള്ളത് 1 ആൽഫയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 ആൽഫ ഇൻറ്റു mod ax, that is alpha into mod x less than or equal to modulus of ax. Then modulus of ax നെ നമുക്ക് modulus of a minus b plus b of x എന്ന് എഴുതാം, which is less than or equal to modulus of a minus b of x plus modulus of bx. Then നോട്ട് 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും which is less than or equal to norm of a minus b into mod x plus modulus of bx. So alpha into mod x less than or equal to beta into mod x plus modulus of bx for all x belongs to Rn. കാരണം നോം ഓഫ് ബി മൈനസ് എ എന്നുള്ളതും നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളതും സെയിം ആണ്. അതാണ് നമ്മുടെ ബീറ്റ. അത് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ കിട്ടിയത്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു Rn. ദെൻ ബി എന്നുള്ള ലീനിയർ ഓപ്പറേറ്റർ 1-1 എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അസ്യൂം ബി ഓഫ് എക്സ് ഈക്വൽ ടു 0. ദെർഫോർ മോഡുലസ് ഓഫ് ബി ഓഫ് എക്സ് ഈക്വൽ ടു 0. ദെൻ ഇക്വേഷൻ 3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു മോഡ് എക്സ് ഈക്വൽ ടു 0.
ആൽഫ മൈനസ് ബീറ്റ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് നമ്മൾ ഇക്വേഷൻ 2-ൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ മോഡ് എക്സ് എന്നുള്ളത് 0 ആയിരിക്കണം, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ബി എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. സോ ബി ഈസ് 1 1. ദെൻ തിയറം 9.5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്നുള്ളത് ഓൺ ടു എന്നും കിട്ടും. സോ ബി എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആണ്. ദാറ്റ് ഈസ് ബി ബിലോങ്സ് ടു ഒമേഗ. ദെൻ ബി പാർട്ട് പ്രൂവ് ചെയ്യാം. അല്ല, ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഒമേഗ എന്നുള്ളത് ഓപ്പൺ സെറ്റ് എന്നാണ്. ഒമേഗ എന്നുള്ളത് ഓപ്പൺ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒമേഗയിൽ ആർബിട്രറി ആയിട്ട് ഒരു മെമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്ററായിട്ട് വരുന്ന ഒരു നൈബർഹുഡ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇഫ് ബി ബിലോങ്സ് ടു എൽ ഓഫ് ആർ എൻ വിത്ത് നോം ഓഫ് എ മൈനസ് ബി into norm of A inverse less than 1, that is norm of A minus B less than alpha, where alpha equal to 1 by norm of A inverse, then beta belongs to omega. That is if A belongs to omega and D of AB less than alpha implies B belongs to omega. That is if A belongs to omega and B belongs to n alpha of A, then B belongs to omega. എൻ ആൽഫ ഓഫ് എ എന്നുള്ളത് എ സെൻറ്ററായിട്ട് വരുന്ന ആൽഫ റേഡിയസ് ആയിട്ടുള്ള നൈബർഹുഡ്. സോ ഫോർ ഓൾ എ ബിലോങ്സ് ടു ഒമേഗ ദെയർ എക്സിസ്റ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എൻ ആൽഫ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഒമേഗ. സോ ഒമേഗ ഈസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് എൽ ഓഫ് ആർ എൻ. ദെൻ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് എനെ എ ഇൻവേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു മാപ്പ് കണ്ടിന്യൂസ് എന്നാണ്. അതുപോലെ തന്നെ ആ മാപ്പ് 1 1 ഓൺ 2 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ആ മാപ്പിനെ നമ്മൾ ടി എന്ന് വിളിച്ചു. അതായത് എനെ ഇൻവേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു മാപ്പിനെ ടി എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ടി ഫ്രം ഒമേഗ ടു ഒമേഗ സച്ച് ദാറ്റ് ടി ഓഫ് എ ഈക്വൽ ടു എ ഇൻവേഴ്സ്. ദെൻ ടി എന്നുള്ളത് 1 1 ആൻഡ് ഓൺ 2 എന്നുള്ളതിൻ്റെ പ്രൂഫ് ഇവിടെ തന്നിട്ടില്ല. ഓൺ 2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെൻ തിയറം 9.5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി എന്നുള്ളത് 1 1 എന്നും കിട്ടും. ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യാൻ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് ബി എന്നുള്ളത് ഒമേഗയിൽ നിന്ന് ചൂസ് ചെയ്യുക. ദെൻ ബിയുടെ ഇൻവേഴ്സ് എന്താണോ അതിൻ്റെ ഇമേജ് ആയിരിക്കും ബി. അതായത് ടി ഓഫ് ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി. സോ ഓൺ 2 എന്ന് കിട്ടും. ദെൻ തിയറം 9.5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി എന്നുള്ളത് 1 1 എന്നും കിട്ടും. ദെയർഫോർ ടി ഈസ് ഇൻവേർട്ടിബിൾ. ദെൻ ടിയുടെ ഇൻവേഴ്സ് ടി തന്നെയാണ് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ടി കോമ്പോസിറ്റ് ടി ഓഫ് എ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. which is equal to T of A. T of A എന്നുള്ളത് A ഇൻവേഴ്സ് ആണ്. സോ which is equal to T of A ഇൻവേഴ്സ്. T എന്നുള്ളത് 1 1 ആയതുകൊണ്ട് which is equal to A. സോ T കോമ്പോസിറ്റ് T എന്നുള്ളത് I ആണ്. അതായത് ഐഡൻറ്റിറ്റി മാപ്പാണ്. സോ T ഇൻവേഴ്സ് എന്നുള്ളത് T ആണ്. അതായത് ടിയുടെ ഇൻവേഴ്സ് അത് തന്നെയാണ്. ദെൻ T എന്നുള്ള മാപ്പ് ഒമേഗയിൽ കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ടൊരു എ ഒമേഗയിൽ നിന്നും ചൂസ് ചെയ്തു. ആൽഫ എന്നുള്ളത് 1 ബൈ നോം ഓഫ് എ ഇൻവേഴ്സ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് പോലെ തന്നെയാണ്. ദെൻ ബി എന്നുള്ളത് ഒമേഗയിലെ ഒരു മെമ്പർ സച്ച് ദാറ്റ് ബി ബിലോങ്സ് ടു എൻ ഓഫ് ആൽഫ ഓഫ് എ. അതായത് എ സെൻറ്ററായിട്ട് വരുന്ന ആൽഫ റേഡിയസ് ഉള്ള നൈബർഹുഡിലെ ഏതെങ്കിലും ഒരു മെമ്പറാണ് ബി. അതുപോലെ തന്നെ നോം ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു ബീറ്റ എന്ന് അസ്യൂം ചെയ്തു. ദെൻ ഇക്വേഷൻ 3-ൽ ഇതാണ് പറയുന്നത്. ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലസ് ഓഫ് ബി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. പുട്ട് എക്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഓഫ് വൈ. ബി എന്നുള്ളത് 1 1 ആൻഡ് ഓൺ 2 ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വൈ പോസിബിൾ ആണ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു മോഡ്ലസ് ഓഫ് ബി ഇൻവേഴ്സ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലസ് ഓഫ് ബി ഇൻവേഴ്സ് ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ്ലസ് ഓഫ് വൈ. That is alpha minus beta into modulus of b inverse of y less than or equal to mod y. That is modulus of b inverse of y less than or equal to 1 by alpha minus beta into mod y for all y belongs to Rn. അതായത് ഏതൊരു y ബിലോങ്സ് ടു Rn എടുത്തു കഴിഞ്ഞാലും ഇതുപോലൊരു എക്സ് പോസിബിൾ ആണ്. കാരണം ബി എന്നുള്ളതും ഇൻവേർട്ടിബിൾ ആണ്, അതും ഓൺ 2 ആണ്. സോ ഫോർ ഓൾ y ബിലോങ്സ് ടു Rn ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ദെയർഫോർ നോം ഓഫ് ബി ഇൻവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ആൽഫ മൈനസ് ബീറ്റ. അത് 9.7 മുൻപുള്ള നോട്ട് 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അവിടെ എക്ക് പകരം ബി ഇൻവേഴ്സും
ലാംഡയ്ക്ക് പകരം 1/α മൈനസ് ബീറ്റയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് കിട്ടും. നൗ ബി ഇൻവേഴ്സ് മൈനസ് എ ഇൻവേഴ്സിനെ നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഇൻവേഴ്സ് മൈനസ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. Therefore norm of b inverse minus a inverse equal to norm of b inverse into a minus b into a inverse, which is less than or equal to norm of b inverse into norm of a minus b into norm of a inverse. അത് നോമിൻ്റെ പ്രോപ്പർട്ടി ഇതിന് തൊട്ട് മുമ്പത്തെ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. So which is less than or equal to 1/α minus beta into alpha ഇൻറ്റു നോം ഓഫ് എ മൈനസ് ബി. ഇക്വേഷൻ 4ൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നോം ഓഫ് ബി ഇൻവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α മൈനസ് ബീറ്റ. അതുപോലെ തന്നെ നോം ഓഫ് എ ഇൻവേഴ്സ് എന്നുള്ളത് 1/α. അത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഇക്വാലിറ്റി കിട്ടും. ദാറ്റ് ഈസ് നോം ഓഫ് ബി ഇൻവേഴ്സ് മൈനസ് എ ഇൻവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു നോം ഓഫ് എ മൈനസ് ബി. നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് ബീറ്റയാണ്. സോ വിച്ച് ഇംപ്ലൈസ് നോം ഓഫ് ബി ഇൻവേഴ്സ് മൈനസ് എ ഇൻവേഴ്സ് less than or equal to beta by alpha into alpha minus beta. Then when b tending to a, norm of a minus b, that is beta tending to 0. So whenever b tending to a, norm of b inverse minus a inverse tending to 0. So ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് whenever norm of a minus b less than delta implies norm of b inverse minus a inverse less than epsilon. സോ ഇതിൽ നിന്നും ടി എന്നുള്ള മാപ്പ് എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് കിട്ടും. കാരണം ടി ഓഫ് എ ആണ് എ ഇൻവേഴ്സ്, അതുപോലെ തന്നെ ടി ഓഫ് ബി ആണ് ബി ഇൻവേഴ്സ്. സോ നമുക്കിപ്പോൾ കിട്ടിയത് കറസ്പോണ്ടിങ് ടു എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever norm of a minus b less than delta implies norm of t of a inverse minus t of b inverse less than epsilon. So t is continuous at a എന്നുള്ളത് ആർബിട്രറി ആയതുകൊണ്ട് t is continuous on omega.